ഹായ് ഓൾ, ഞാൻ ഡോക്ടർ ഹർഷ. ഇന്ന് സംസാരിക്കുന്നത് ആനൽ ഫിഷർ എന്ന അസുഖത്തിനെ പറ്റിയാണ്. അപ്പോൾ ഫിഷർ എന്ന് പറയുമ്പോൾ മലദ്വാരത്തിനുണ്ടാകുന്ന ചെറിയ പൊട്ടലുകൾ, വിള്ളലുകൾ, ഇതാണ് ഫിഷർ. അപ്പോൾ മലമൊക്കെ പോയതിന് ശേഷം ഉണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള വേദനയാണ് ഫിഷർ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഫിഷർ രോഗം വരുന്നത് എന്ന് നോക്കാം. മലദ്വാരത്തിൻ്റെ താഴെയായി കാണുന്നൊരു മസിലാണ് ഇൻറ്റേർണൽ ആനൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്നത്. ഈ മസിൽ എപ്പോഴും ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുക. മലം പുറത്തു പോകുന്ന ഒരു സമയത്താണ് ഈ മസിൽ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ മലം പുറത്തോട്ട് പോവുകയും ചെയ്യുന്നു. ഇതാണ് സാധാരണയായിട്ട് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ മസിലിൻ്റെ ടോൺ കൂടുതലാവുന്ന സമയത്താണ് ആനൽ ഫിഷർ വരാനുള്ള ഒരു സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ടുള്ള രക്തയോട്ടം കുറയുന്നതും ഫിഷർ ഉണ്ടാവാനുള്ളൊരു കാരണമാണ്. സ്ത്രീകളാണെങ്കിൽ പ്രസവ സമയത്ത് തീരെ വെള്ളം കുടിക്കാതിരുന്നാലും ഈ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള പ്രഷറൊക്കെ ഫിഷർ വരാനുള്ള ഒരു കാരണമാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത്, പച്ചക്കറികൾ വളരെ കുറച്ച് മാത്രം കഴിക്കുന്നവർക്ക്, അമിതമായ അളവിൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്കും കൂടുതലായിട്ട് ഫിഷർ കാണപ്പെടുന്നു. ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കും ഉണ്ടായിരിക്കുക. ഈ മസിൽസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ മസിൽസിനും ടിയർ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാത്റൂമിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല മുള്ളു കുത്തുന്ന പോലത്തെ, കത്തി കുത്തി ഇറക്കുന്നത് പോലത്തുള്ള വേദന ആയിരിക്കും ഉണ്ടായിരിക്കുക. നല്ല കടച്ചിൽ വരാം. മലവിസർജ്ജനത്തിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഈ വേദന കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബാത്റൂം പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഫിഷറുള്ള ആൾക്കാർക്ക് ഭയങ്കര പേടിയായിരിക്കും. ബ്ലീഡിങ് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിലൊരു തടിപ്പ്, ചുവപ്പ് നിറം, ഇതൊക്കെ ഫിഷറുള്ള ആൾക്കാർക്ക് സർവ്വസാധാരണമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക, പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നാരുകൾ അടങ്ങിയ ഭക്ഷണം നിർബന്ധമായും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നോൺ വെജ് ഐറ്റംസ് ആയിട്ടുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ മൈദ വെച്ചുണ്ടാക്കുന്ന പൊറോട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വ്യായാമം ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്